ഇലോൺ മസ്ക് തുടങ്ങിയ ഒരു കമ്പനിയാണ് ന്യൂറാലിങ്ക് എന്ന് പറയുന്നത്. 2016 ന്യൂറാലിങ്ക് ടെക്നോളജി എന്ന് പറയുന്ന ന്യൂറാലിങ്ക് കമ്പനി ഇലോൺ മസ്ക് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു കമ്പനി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിവൈസുകളും മെഷീൻസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ തളർന്നു കിടക്കുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പോൾ അവർക്ക് എങ്ങനെയായാലും ഇപ്പോൾ മൊബൈൽ ഫോൺ അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ് പ്രത്യേകിച്ച് മെഷീൻസ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇലോൺ മസ്ക് തെളിയിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ ഉപയോഗിച്ച്, അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ അയാളുടെ ബ്രെയിൻ ഉപയോഗിച്ച് മെഷീൻസും ഡിവൈസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ്. അതായത് ഇതൊരു ചിപ്പാണ് ഈ ന്യൂറാലിങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ചിപ്പ് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അയാൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മെഷീൻ ഒരു ഡിവൈസോ ഒക്കെ ഇനി മുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ്. ഇലോൺ മസ്ക് കൂടുതലും ഫോക്കസ് ചെയ്യുന്നതും തളർന്നു കിടക്കുന്ന ആളുകൾക്കാണ്. അവരെ കൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, അതായത് ഈ ഒരു കാര്യത്തിൽ മാക്സിമം അവർക്കൊരു ഹെൽപ്പിംഗ് എന്ന രൂപത്തിലാണ് ഇലോൺ മസ്ക് ഈ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടി വിയുടെ റിമോട്ട് ബ്ലൂടൂത്ത് ത്രൂ കണക്ട് ചെയ്യുന്നത് പോലെ ഒരു ഹ്യൂമൻ ബ്രെയിൻ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഡിവൈസുകളുമായിട്ടും മെഷീൻസിനൊക്കെയായിട്ടും കമ്പ്യൂട്ടേഴ്സിനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. 2020 ഈ ഒരു ചിപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്ത പന്നികളെ വെച്ചിട്ട് ഓൾറെഡി ഇലോൺ മസ്ക് ഒരു പ്രദർശനം നടത്തിയിട്ടുണ്ട്. അത് വളരെ നല്ല സക്സസ് ആവുകയും ചെയ്തു. ഇപ്പോൾ 2024 ആയപ്പം ജാനുവരി 30, അതായത് ഈ കഴിഞ്ഞ ജാനുവരി 30 ആദ്യമായിട്ട് ഈ ഒരു ചിപ്പ് മനുഷ്യരിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അത് സക്സസ് ആവുകയും ചെയ്തു. അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഓൾറെഡി ഇലോൺ മസ്ക് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് അയാൾ ഓക്കെ ആയി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചിപ്പ് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള ഒക്കെ റിപ്പോർട്ട്സ് ഓൾറെഡി ഇലോൺ മസ്കും അതുപോലെ തന്നെ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനിയും പുറത്ത് വിട്ടിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോക്കസ് ചെയ്യുന്നത് തളർന്നു കിടക്കുന്ന ആളുകളും അതുപോലെ തന്നെ പല എന്താ പറയുക ഹെൽത്ത് പരമായിട്ട് പല പരിമിതികളുള്ള ആളുകളാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവർക്കൊരു ഹെൽപ്പിംഗ് എന്ന രൂപത്തിലും കൂടെയാണ് ഇലോൺ മസ്ക് ഈ ഒരു കാര്യം ഇറക്കിയിട്ടുള്ളത്. ഇത് വർഷങ്ങൾ കഴിയും തോറും ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇതിൽ ഒരുപാട് ഹൈ ടെക്നോളജി ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇലോൺ മസ്ക് നമ്മൾ ഒന്നിനെ കുറിച്ച് പറയുമ്പോൾ അയാൾ ചിന്തിക്കുന്നത് 10നെ കുറിച്ച്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇത് കേട്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടില്ല, ബ്രെയിൻ്റെ ഉള്ളിൽ ഒരു ചിപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അയാളെ കൊണ്ട് ഒരു ഡിവൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ ആ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിച്ചെത്തുന്ന സമയത്താകുമ്പോഴത്തേനും ഇലോൺ മസ്ക് മറ്റെവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഫ്യൂച്ചറിൽ ഈ ഒരു ചിപ്പ് ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ പല പല കാര്യങ്ങളും സാധിക്കും. ഇതിനൊരു ഡീറ്റെയിൽ വീഡിയോ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ കെൻമി ഡിജിറ്റൽ അക്കാഡമിയിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് എന്തായാലും കാണാം. അതിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി.